Dear students, welcome to Tech Talks. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരെണ്ണം കൂടി പറയാനുണ്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് ആൻഡ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ ബേസ് ചെയ്ത് മിക്കവാറും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, അതിൻ്റെ യൂസേജ് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പ്രോഗ്രാം ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച്, ദെൻ റൗണ്ട് ബ്രാക്കറ്റ്സിനകത്ത് എക്സ്പ്രഷൻ, ദെൻ സ്വിച്ച് ബ്ലോക്ക്. സ്വിച്ച് ബ്ലോക്കിനകത്ത് ഡിഫറെൻറ്റ് കേസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്രഷൻ വിൽ റിട്ടേൺ എ വാല്യൂ. എക്സ്പ്രഷൻ ഒരു വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു വാല്യൂ ചെക്ക് ചെയ്യും. ഓരോ വാല്യൂവിനനുസരിച്ച് ഓരോ കേസ് എക്സിക്യൂട്ട് ചെയ്യും. കേസ് എന്ന് പറയുന്ന കീവേഡ് കേസ്, ദെൻ വാല്യൂ 1, ദെൻ കോളൻ, കോഡ് ഫോർ കേസ് 1. വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു കേസിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ആ ഒരു കേസ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യും. ഇനി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വാല്യൂ 2 ആണെന്നുണ്ടെങ്കിലോ സെക്കൻഡ് കേസ് വിൽ ബി എക്സിക്യൂട്ടഡ്. അവിടെയും കേസ് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്, വാല്യൂ 2. അപ്പം നിങ്ങളുടെ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ 2 ആണെന്നുണ്ടെങ്കിലോ കേസ് 2ലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ കൊടുക്കാം. ഫൈനലി ബ്രേക്ക് ചെയ്യുക. അതേപോലെ കേസ് വാല്യൂ 3 കൊടുക്കാം. അപ് ടു n കേസസ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ബൈ ഡീഫോൾട്ട് ഒരു കേസ് ഉണ്ടാവും. ബട്ട് ഡീഫോൾട്ട് ആണ് വാല്യൂ ഒന്നും കൊടുക്കണ്ട. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വാല്യൂയും വന്നില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് കേസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കീവേഡ് ഇതാണ്, ഡീഫോൾട്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, മസ്റ്റായിട്ട് കൊടുക്കണമെന്നില്ല. ബട്ട് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു യൂസ് ദിസ് ഡീഫോൾട്ട് കേസ്. അപ്പോൾ സിൻറ്റാക്സ് ഒന്നുകൂടി നോക്കുക. സ്വിച്ച് കീവേഡ്, ദെൻ റൗണ്ട് ബ്രാക്കറ്റ്സിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. ആ ഒരു എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കാം. ഓരോ വാല്യൂവിനനുസരിച്ച് ഓരോ കേസ് എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ 2 ആണെന്നുണ്ടെങ്കിലോ സെക്കൻഡ് കേസ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇപ്പോൾ സ്വിച്ചിനകത്ത് ഡിഫറെൻറ്റ് കേസസ് കൊടുക്കുക. അതിൻ്റെ സിൻറ്റാക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ദ കീവേഡ് കേസ്, ദെൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വാല്യൂ കൊടുക്കാം. ദാറ്റ് ക്യാൻ ബി ഇൻറ്റീജർ, ഫ്ലോട്ട് ഓർ ക്യാരക്ടർ ഓർ എനി ടൈപ്പ്. ആ ഒരു വാല്യൂ അവിടെ കൊടുക്കുക, സ്പെസിഫൈ ചെയ്യുക. ദെൻ കോളൻ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. ഓരോ കേസിന് ശേഷവും ബ്രേക്ക് കീവേഡ് കൊടുക്കണം. ആ ഒരു പ്രോഗ്രാം നോക്കി. എൻ്റെ എയിം ഇതാണ്, ഒരു ക്യാരക്ടർ കീബോർഡിന് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ R എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. ക്യാപിറ്റൽ Y ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി എന്ന് പ്രിൻറ്റ് ചെയ്യണം. ദെൻ ക്യാപിറ്റൽ G ആണെന്നുണ്ടെങ്കിൽ ഗോ എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇനി മറ്റേത് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഇൻവാലിഡ് സിഗ്നൽ എന്ന് പ്രിൻറ്റ് ചെയ്യണം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 3 വാല്യൂസ് ആണ് ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y ആൻഡ് ക്യാപിറ്റൽ G. ഇപ്പോൾ 3 കേസസ് ഉണ്ട്. ഈ 3 കേസസ് വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഡീഫോൾട്ട് കേസ് കൊടുക്കുക, ഇൻവാലിഡ് സിഗ്നൽ എന്ന് പ്രിൻറ്റ് ചെയ്യണം. അവിടെ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം. ആദ്യമേ തന്നെ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു പ്രോംപ്റ്റ് കൊടുത്തു, എൻ്റർ എ ക്യാരക്ടർ. ദെൻ ഫ്രം ദ കീബോർഡ് യു ആർ അക്സെപ്റ്റിംഗ് എ ക്യാരക്ടർ, %C ആംബിസെൻറ്റ് സിഗ്നൽ inside the scanf function. Then switch constructs keyword switch എന്ന് പറയുന്ന കീവേഡ്, then round brackets expression. ഞാൻ അവിടെ ഒരു വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത വേരിയബിൾ തന്നെ കൊടുക്കുക, സിഗ്നൽ. അവിടെ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ തവണയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും നിങ്ങൾ അവിടെ കൊടുക്കുക. അതിനനുസരിച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്യും. സിഗ്നലിൻ്റെ വാല്യൂ R ആണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ R ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് എന്ന് പ്രിൻറ്റ് ചെയ്യണ്ടേ. ഇപ്പോൾ ഫസ്റ്റ് കേസ് കൊടുക്കാം. കേസ് ഫസ്റ്റ് വാല്യൂ, ഒരു ക്യാരക്ടർ അല്ലേ വാല്യൂ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ കൊടുക്കണം, സിംഗിൾ കോട്ട്സ്, ക്യാപിറ്റൽ R, ദെൻ കോളൻ, പ്രിൻറ്റ് F സ്റ്റോപ്പ്. ഫസ്റ്റ് കേസ് ബ്രേക്ക് ചെയ്യാം. എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രേക്ക് എന്ന് കൊടുത്തു. ദെൻ സെക്കൻഡ് കേസ് സെക്കൻഡ് കേസിൽ എന്തായിരിക്കാം, ഇനി എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടർ എന്താണ്, ക്യാപിറ്റൽ Y.
അത് സെക്കൻഡ് കേസ് ആയിട്ട് കൊടുക്കാം. സെക്കൻഡ് കേസ് സെക്കൻഡ് വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Y. printf get ready, അതും ബ്രേക്ക് ചെയ്യാം. ദെൻ തേർഡ് കേസ്, അവിടെ 3 ക്യാരക്ടറെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തേർഡ് കേസ് ക്യാപിറ്റൽ G, printf go ആൻഡ് ബ്രേക്ക്. ഇനി 3 ക്യാരക്ടേഴ്സ് അല്ലാതെ ഏത് ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും ഇൻവാലിഡ് സിഗ്നൽ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ കൊടുക്കാം default printf invalid signal, then end the program, return 0. ഇത് എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ എ ക്യാരക്ടർ, ഞാൻ 6 എന്ന് കൊടുക്കുകയാണ്. ദെൻ എൻ്റർ. അവിടെ ഇൻവാലിഡ് സിഗ്നൽ എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. കാര്യം എന്താണ്? ബിക്കോസ് യു ആർ എക്സ്പെക്ടിങ് ക്യാപിറ്റൽ R. അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആണ്. നമുക്കൊന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. എന്നൊക്കെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം, ക്യാപിറ്റൽ R. കണ്ടോ, സ്റ്റോപ്പ്. ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം, ക്യാപിറ്റൽ G കൊടുക്കാം. കണ്ടോ, ഗോ. കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ദെൻ മറ്റൊരു ക്യാരക്ടർ കൊടുക്കാം, H. അത് നമ്മുടെ കേസിൽ വന്നിട്ടില്ല, അത് ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഡീഫോൾട്ട് കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, ഇൻവാലിഡ് സിഗ്നൽ. ഇങ്ങനെയാണ് സ്വിച്ച് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കേസസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അവിടെ 3 കേസസ് ആൻഡ് 1 ഡീഫോൾട്ട് കേസ് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് n കേസസ് ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് കേസസ് കൊടുക്കാം. മറ്റൊരു കാര്യം, ഇവിടെ ബ്രേക്ക് കൊടുക്കുന്നത് എന്തിനാണ്? ഒരു പർട്ടിക്കുലർ കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എൻഡ് ചെയ്യണം. പിന്നീട് താഴോട്ടുള്ള കേസസ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് കേസിൽ വരുന്ന ബ്രേക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. എങ്ങനെ റിസൾട്ട് വരുമെന്ന് നോക്കാം. ഞാൻ ക്യാപിറ്റൽ R എന്ന് കൊടുത്തു. കണ്ടോ, അവിടെ സ്റ്റോപ്പ് എന്നും പ്രിന്റ് ചെയ്തു, ഗെറ്റ് റെഡി എന്നും പ്രിന്റ് ചെയ്തു. അതിനുള്ള റീസൺ എന്താണ്? നിങ്ങൾ ക്യാപിറ്റൽ R കൊടുക്കുമ്പോൾ ഫസ്റ്റ് കേസ് പിക്ക് ചെയ്യും, അവിടെ സ്റ്റോപ്പ് എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് ചെയ്തിട്ടില്ല, സെക്കൻഡ് കേസിലോട്ട് മൂവ് ചെയ്യും, ഗെറ്റ് റെഡി എന്ന് പ്രിന്റ് ചെയ്യും, ദെൻ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ താഴെ വരുന്ന എല്ലാ കേസസും എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ സെക്കൻഡ് കേസിൽ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗെറ്റ് റെഡി കൂടി പ്രിന്റ് ചെയ്തിട്ട് എക്സിറ്റ് ആയത്. ഓരോ കേസിന് ശേഷവും കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുക. നമ്മൾ ബ്രേക്കിൻ്റെ യൂസേജ് കൂടി പഠിച്ചു. അടുത്തതായിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് എ C program to implement basic arithmetic operations of a calculator using switch constructs. May 2024 2019 scheme. അപ്പോൾ ഡിഫറെൻറ്റ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യണം. ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ 4 ചോയ്സസ് ആണ് നമുക്കുള്ളത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ബേസിക് ഓപ്പറേഷൻസ് മാത്രം. അത് നമുക്ക് സ്വിച്ച് കേസ് വെച്ച് ചെയ്യാം. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി പോകാം. ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാം, ഹാഷ് ഇൻക്ലൂഡ് stdio.h, ദെൻ മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ. 3 വേരിയബിൾസ് കൊടുക്കുകയാണ്. അത് ഡബിളായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യാം. കാര്യം ഇൻറ്റീജറും വരാം, ഫ്ലോട്ടും വരാം. അപ്പോൾ അത് ഡബിളായിട്ട് കൊടുത്തു. ഡബിൾ num1, num2, റിസൾട്ട് സേവ് ചെയ്യാൻ മറ്റൊരു വേരിയബിൾ റിസൾട്ട്. ദെൻ 4 ഓപ്പറേറ്റേഴ്സ് വരാം, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതിൻ്റെ ചോയ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യണം, ക്യാപ്. ദെൻ വേരിയബിൾ നെയിം OP. ദെൻ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, printf enter first number. ദെൻ ഫസ്റ്റ് നമ്പർ അക്സെപ്റ്റ് ചെയ്യണം ഫ്രം ദ കീബോർഡ്. You can use a scanf function, the scanf. ഫസ്റ്റ് നമ്പർ അക്സെപ്റ്റ് ചെയ്യണം. ഫോർമാറ്റ് സ്പെസിഫയർ %lf, address of first variable $num1. The next printf enter an operator, plus ആവാം plus, minus, asterisk, division /operator. സോ ഈ ഒരു ഓപ്പറേറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ scanf,
പെസൻറ്റ് സി അഡ്രസ് ഓഫ് ഒ പി. ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ. അതിൻ്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് നമ്പർ ചോദിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തു. ദെൻ എന്ത് ഓപ്പറേഷനാണ് വേണ്ടത് അത് എൻ്റർ ചെയ്യാനായിട്ട് ചോദിച്ചു, അത് യൂസർ കൊടുക്കണം. യൂസർ കൊടുക്കുന്ന ഓപ്പറേറ്റർ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്തു യൂസിങ് സ്കാൻഎഫ് ഫംഗ്ഷൻ. ഇനി എന്ത് വേണം? സെക്കൻഡ് നമ്പർ അക്സെപ്റ്റ് ചെയ്യാം. പ്രിന്റ് എഫ് എൻ്റർ സെക്കൻഡ് നമ്പർ, ദെൻ അത് അക്സെപ്റ്റ് ചെയ്യാം യൂസിങ് സ്കാൻഎഫ് ഫംഗ്ഷൻ. സ്കാൻഎഫ് പെർസെൻറ്റ് എൽ എഫ് അഡ്രസ് ഓഫ് സെക്കൻഡ് നമ്പർ, അഡ്രസ് ഓഫ് വേരിയബിൾ num2. ടു നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തു. ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തു. ഇനി എന്ത് ടൈപ്പ് ഓപ്പറേറ്റർ ആണോ കൊടുത്തത് അതിനനുസരിച്ച് ഓരോ കേസസ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അഡിഷൻ, മൈനസ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ. അപ്പോൾ സ്വിച്ച് കൺസ്ട്രക്ട് വെച്ച് ചെയ്യണം. നമുക്ക് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്വിച്ച് കൺസ്ട്രക്ട് വെച്ച് ചെയ്യാനാണ്. ഇപ്പോൾ യൂസ് ചെയ്യാം കീവേഡ് സ്വിച്ച്. സ്വിച്ചിനകത്ത് എക്സ്പ്രഷൻ, അവിടെ വേരിയബിൾ കൊടുക്കാം. ഒ പിക്ക് അനുസരിച്ചല്ലേ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. ഒ പി എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ഒ പിയുടെ വാല്യൂ നോക്കുക. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അഡീഷൻ. ഇപ്പോൾ ഫസ്റ്റ് കേസ് വിത്തിൻ സിംഗിൾ കോട്ട് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അഡീഷൻ ചെയ്യാം. അപ്പോൾ കോളിന് ശേഷം കേസ് ബ്ലോക്ക് ഇങ്ങനെ കൊടുക്കാം. റിസൾട്ട് ഈക്വൽ ടു num1 പ്ലസ് num2. ആഡ് ചെയ്തു, റിസൾട്ടിൽ സ്റ്റോർ ചെയ്തു. ഇനി റിസൾട്ട് ഇതാണ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണ്ടേ. അപ്പം ഇങ്ങനെ കൊടുക്കാം. പ്രിന്റ് എഫ് റിസൾട്ട് കോളൻ. കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഈക്വൽ ടു റിസൾട്ട്. അപ്പം ഇങ്ങനെ കൊടുക്കാം. പെസൻറ്റ് എൽ എഫ് പ്ലസ് പെസൻറ്റ് എൽ എഫ്. ഫസ്റ്റ് ടു നമ്പേഴ്സ് ഡബിൾ ടൈപ്പ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഈക്വൽ ടു പെസൻറ്റ് എൽ എഫ് ന്യൂ ലൈൻ /n ഫസ്റ്റ് നമ്പർ പ്രിന്റ് ചെയ്യണം num1 സെക്കൻഡ് നമ്പർ num2 റിസൾട്ട്. കേട്ടോ, ഫോർമാറ്റ് സ്പെസിഫൈ അനുസരിച്ച് തന്നെ വേരിയബിൾ നെയിം കൊടുത്തു. അപ്പം ഇങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുക. നമ്പർ 1ൻ്റെ വാല്യൂ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ വാല്യൂ ഈക്വൽ ടു റിസൾട്ട്. ഓക്കെ, ദെൻ അത് ബ്രേക്ക് ചെയ്യാം. യൂസ് ദ കീവേഡ് ബ്രേക്ക്. അവിടെ ഡബിൾ നമ്പർ 2 ഡെസിമൽ പ്ലേസ് മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കൂടി കൊടുക്കാം. 0.2 LF പ്ലസ് 0.2 LF ഈക്വൽ ടു 0.2 LF. പോയിന്റിന് ശേഷം 2 ഡെസിമൽ പ്ലേസ് മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ എല്ലാ കേസസും കൊടുക്കാം. കേസ് മൈനസ് റിസൾട്ട് ഈക്വൽ ടു num1 മൈനസ് num2. ദെൻ അത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ് ഇതേപോലെ തന്നെ പ്രിന്റ് ചെയ്യാം. ദെൻ ബ്രേക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കേസ് മൾട്ടിപ്ലിക്കേഷൻ ആസ്ട്രിക് റിസൾട്ട് ഈക്വൽ ടു num1 ഇൻറ്റു num2. ദെൻ അതും പ്രിന്റ് ചെയ്യാം. ദെൻ ബ്രേക്ക്. ഫൈനൽ കേസ് ഡിവിഷൻ. അവിടെ മറ്റൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. ഡിവൈഡ് ബൈ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് എററാണ്. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ നിങ്ങൾ ഡിവിഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് നമ്പർ കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു കേസിനകത്ത് മറ്റൊരു കണ്ടീഷൻ കൂടി കൊടുക്കുക. ഇഫ് num2 സെക്കൻഡ് വേരിയബിൾ num2 നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. റിസൾട്ട് ഈക്വൽ ടു num1 ഡിവൈഡ് ബൈ num2. ദെൻ പ്രിന്റ് എഫ് റിസൾട്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ കൊടുക്കാം. എൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് num2 ഈസ് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എറർ ആണെന്നുള്ള പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. പ്രിന്റ് എഫ് എറർ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് അലൗഡ്. ദെൻ ബ്രേക്ക് ചെയ്യാം. ദെൻ ഒരു ഡീഫോൾട്ട് കേസ് കൂടി കൊടുക്കണം. അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് ആസ്ട്രിക് ആൻഡ് ഡിവിഷൻ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് ഓപ്പറേഷൻ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഡീഫോൾട്ട് കേസ് കൂടി കൊടുക്കാം. ഡീഫോൾട്ട് പ്രിന്റ് എഫ് ഇൻവാലിഡ് ഓപ്പറേറ്റർ. ഓക്കെ, നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റെ ഫസ്റ്റ് നമ്പർ 12.35 ഡിവിഷൻ സെലക്ട് ചെയ്യാം. എൻ്റെ സെക്കൻഡ് നമ്പർ 13.56. കണ്ടോ, റിസൾട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഡബിൾ കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്?
ഇൻഡിജർ നമ്പർ അക്സെപ്റ്റ് ചെയ്യാം, നോർമൽ ഫ്ലോട്ട് നമ്പർ അക്സെപ്റ്റ് ചെയ്യാം, കുറച്ച് ലെങ്ത് ഉള്ള ഡബിൾ നമ്പർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് വരുത്താം. ആദ്യമേ ഫസ്റ്റ് നമ്പർ അക്സെപ്റ്റ് ചെയ്യാം, ദെൻ സെക്കൻഡ് നമ്പർ അക്സെപ്റ്റ് ചെയ്യാം, അതിനുശേഷം ഓപ്പറേറ്റർ അക്സെപ്റ്റ് ചെയ്യാം. ഇത് ഞാനൊരു ഫോർമാറ്റിൽ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം. മറ്റൊരു കേസ് കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് മോഡിഫൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ മെനു ഡ്രിവൺ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ അക്കോർഡിംഗ് ടു ദ ഗിവൺ ചോയ്സ്. 2023 ജൂണിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ആദ്യമേ ഒരു മെനു ഡിസ്പ്ലേ ചെയ്യുക, ഡിസ്പ്ലേ മെനു, അതിൽ ഓപ്ഷൻസ് കൊടുക്കുക. അതായത് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം, 2 ആണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ, 3 ആണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ, ഓപ്ഷൻ 4 ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ദെൻ ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കാം, എൻ്റർ യുവർ ചോയ്സ്. ദെൻ ചോയ്സ് അക്സെപ്റ്റ് ചെയ്യണം. ചോയ്സ് എന്ന് പറയുന്നത് 1, 2, 3 ഓർ 4 ഏതെങ്കിലും ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ ഒരു മെനു പറഞ്ഞിട്ടുണ്ട്, അത് ഡിസ്പ്ലേ ചെയ്തു. അതിനനുസരിച്ച് യൂസർ ഒരെണ്ണം ഇൻപുട്ട് കൊടുക്കും, ഒരു ചോയ്സ് കൊടുക്കും. അതിനനുസരിച്ചായിരിക്കും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്പ്രഷനായിട്ട് ചോയ്സ് കൊടുക്കുക. ദെൻ ഡിഫറെൻറ്റ് കേസസ്, വാലിഡ് ആയിട്ടുള്ള 4 കേസസ്, കേസ് 1, കേസ് 2, കേസ് 3 ആൻഡ് കേസ് 4. കേസ് 1 സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ കേസ് 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. കേസ് 3 ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് കേസ് 4 ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഓരോ കേസിലും ഓരോ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ സൈഡ് അക്സെപ്റ്റ് ചെയ്യുക. എ സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ആവും. ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിലോ ഹാഫ് BH, ബേസും ഹൈറ്റും അക്സെപ്റ്റ് ചെയ്യണം. അതിനെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിളായി. സർക്കിൾ ആണെന്നുണ്ടെങ്കിലോ πr², റേഡിയസ് അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ πr² കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് റൗണ്ട് ചെയ്തിട്ട് 3.14 കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ക്യാപിറ്റൽ M_π. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് which will give the real value of pi. But in order to use that constant, our variable constant use ചെയ്യണമെന്നുണ്ടെങ്കിൽ that M_π is defined in the header file math header file include ചെയ്യണം. The preprocessor directives our math header file കൂടി include ചെയ്യുക. Then case 4 rectangle. എങ്ങനെയാണ് റെക്ടാങ്കിൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾക്കറിയാം, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇപ്പോൾ ലെങ്ത്തും വിഡ്ത്തും അക്സെപ്റ്റ് ചെയ്യുക, ഏരിയ കമ്പ്യൂട്ട് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ പ്രോഗ്രാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 4 കേസസ് ആണ്. ഇൻവാലിഡ് ആയിട്ടുള്ളൊരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ അത് ഡീഫോൾട്ടായിട്ട് കൊടുക്കാം. ഇൻവാലിഡ് ചോയ്സ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഡീഫോൾട്ട് കേസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഡീഫോൾട്ട് ബ്ലോക്ക് അവിടെ പ്രിൻറ്റ് ചെയ്യുക, ഇൻവാലിഡ് ചോയ്സ്. ദെൻ സ്റ്റോപ്പ് ചെയ്യാം, റിട്ടേൺ 0. ഇതേപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് എഴുതാം. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇതേപോലെ ട്രൈ ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. 3 സെലക്ട് ചെയ്യാം, റേഡിയസ് കൊടുക്കുക. കണ്ടോ, ഏരിയ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.